Hi all, welcome to TOS Academy. So നമ്മൾ ഇന്ന് NCERT questions അല്ലെ NCERT വരുന്ന കുറച്ച് NCERT മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന കുറച്ച് questions അല്ലെങ്കിൽ അതിലെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് questions ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ നോക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ HSC എക്സാം കൺസിഡർ ചെയ്യുന്നിടത്തോളം. അതിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊക്കെ HSCയുടെ തന്നെ പ്രീവിയസ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, ഒരു ഇക്വിപൊട്ടൻഷ്യൽ പ്രതലത്തിൽ, ഇക്വിപൊട്ടൻഷ്യൽ പ്രതലം എന്ന് പറഞ്ഞാൽ എന്താണ്? സമപൊട്ടൻഷ്യൽ എന്നാണ് NCERTയുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ കണ്ടോ. അപ്പോൾ ഈ +1 +2 അതേപോലെ ഡിഗ്രി ടോപ്പിക്കുകളിലെ എല്ലാ ടേമുകളും ഇങ്ങനെ ഓരോ ടേമിനെ അതിനെ മലയാളീകരിച്ച് എഴുതും എന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ 10 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ടേമുകളാണ് കൂടുതൽ മലയാളത്തിൽ പരിചിതമാവേണ്ടത്. പ്രത്യേകിച്ച് ലൈറ്റ് തുടങ്ങിയ ആ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അതിലെയൊക്കെ ടേമുകളാണ് കൂടുതലും പക്കാ മലയാളത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. മനസ്സിലായോ? പക്ഷെ ഹയർ ലെവലിലേക്ക് വരുമ്പോൾ ഈവൻ NCERT ആണെങ്കിൽ പോലും നമുക്ക് മലയാളത്തിലുള്ള ടെക്സ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. എങ്കിൽ കൂടി അവർ ഇതേപോലെയാണ് ടേമുകളൊക്കെ യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഒരു ഇക്വിപൊട്ടൻഷ്യൽ പ്രതലത്തിൽ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള ദൂരം 7 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. ഈ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ 5 മൈക്രോ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 5 മൈക്രോ കുളൂം ചാർജിനെ ചലിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവൃത്തി എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു സമപൊട്ടൻഷ്യൽ പ്രതലം എന്ന് നിങ്ങൾക്ക് അറിയണം അല്ലെ. അപ്പൊ ഒരു പ്രതലത്തിലെ എല്ലാ ബിന്ദുക്കളിലും ഒരേ പൊട്ടൻഷ്യൽ അനുഭവപ്പെടുകയാണെങ്കിൽ അത്തരം പ്രതലങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വിപൊട്ടൻഷ്യൽ. കണ്ടോ, അപ്പൊ ഇതൊരു സർഫസ്, ഇതൊരു പ്രതലമാണ് അല്ലെ. ഇതിലെ എല്ലാ ബിന്ദുക്കളിലും ഒരേ പൊട്ടൻഷ്യൽ ആണ് അനുഭവപ്പെടുന്നതെങ്കിൽ അതാണ് ഇക്വിപൊട്ടൻഷ്യൽ. ഈക്വൽ പൊട്ടൻഷ്യൽ. മനസ്സിലായോ? അപ്പൊ ഈ പ്രതലത്തിലെ ഒരു ചാർജിനെ ചലിപ്പിക്കാൻ പ്രവൃത്തി ചെയ്യണോ വേണ്ടയോ? വേണ്ട. ആ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമപൊട്ടൻഷ്യൽ പ്രതലം അല്ലെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഒരു ചാർജിനെ ചലിപ്പിക്കാൻ എന്ത് വേണ്ട? പ്രവൃത്തി ചെയ്യേണ്ടതില്ല. അപ്പൊ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന ബാക്കി ഫാക്റ്റുകളൊക്കെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ. നമ്മുടെ മൈൻഡ് ഇതേപോലെ ഇവര് ന്യൂമറിക്കൽസ് തരുമ്പോൾ നമ്മുടെ മൈൻഡ് ഇക്വേഷൻ തപ്പാൻ പോകും അല്ലെ. ഇക്വിപൊട്ടൻഷ്യൽ, നമ്മൾ കുറെ പൊട്ടൻഷ്യലിന്റെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇക്വേഷൻസ് നമ്മൾ ചിന്തിച്ച് സമയം കളയും. പക്ഷെ ഒറ്റ കാര്യം നമുക്ക് അറിഞ്ഞാൽ മതി. എന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ പ്രതലങ്ങളില് ഒരു ചാർജിനെ ചലിപ്പിക്കാൻ പ്രവൃത്തി ചെയ്യണോ? പ്രവൃത്തി ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. അപ്പൊ സോ എന്താണ് ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട്, അപ്പൊ ഇവിടുത്തെ നമ്മൾ വേറെ കാൽക്കുലേഷനിലേക്ക് പോകണോ? വേണ്ട. പ്രവൃത്തി എന്തായിരിക്കും? 0 ജൂൾ ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരേ വ്യാസമുള്ള രണ്ട് ലോഹഗോളങ്ങളിൽ ഒന്നിന്റെ അകം പൊള്ളയാണെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം. PSC എക്സാമുകൾ, നമ്മുടെ HSA പോലുള്ള എക്സാം ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എല്ലാ ക്വസ്റ്റ്യനിലും ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അത് അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പക്ഷേ പ്രതീക്ഷിക്കും ഫിസിക്സ് ആണ് അല്ലെ. ഫിസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ പ്രോബ്ലംസ് എന്ന ചിന്തയാണ് അല്ലെ. എന്നാൽ നമ്മൾ കുറച്ചും കൂടെ കൺസെപ്ച്വൽ ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ HSA പോലുള്ള എക്സാമുകൾക്ക് ഇമ്പോർട്ടന്റ്. ഓക്കെ, ആ കൺസെപ്റ്റ് നമ്മൾ നേടുന്നതിനാണ് ഇവർ 1 മാർക്ക് നമുക്ക് തരുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ പേന എടുത്ത് മുഴുവൻ നേരവും എക്സാമിന്റെ 1.5 മണിക്കൂർ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്ത് കുഴയേണ്ട കാര്യങ്ങളൊന്നുമില്ല. മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. എങ്കിൽ കൂടി എന്താണ്, നമുക്ക് കൂടുതൽ കൺസെപ്ച്വൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻസ് ചോദിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. ഒരേ വ്യാസമുള്ള രണ്ട് ലോഹഗോളങ്ങളിൽ ഒന്നിന്റെ അകം പൊള്ളയാണ്. ഇവ രണ്ടും തുല്യമായി ചാർജ് ചെയ്താൽ ഏതിലായിരിക്കും കൂടുതൽ ചാർജ് കാണപ്പെടുന്നത്? അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ട് ലോഹഗോളങ്ങളുണ്ട്. രണ്ടിന്റെയും വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ആണ്, വ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ആണ്. അപ്പൊ രണ്ടിന്റെയും ഡയമീറ്റർ സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസും സെയിം ആണ് എന്നാണ് അർത്ഥം.
അല്ലെ? അപ്പൊ നോക്കിയേ, ഇതിൽ ഒന്ന് എന്താണ്? ലോഹഗോളമാണ്, ഒരു മെറ്റാലിക് സ്ഫിയർ ആണ്. അപ്പൊ അത് കണ്ടക്ടിങ് ആണ്. അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോളോ സ്ഫിയർ ആണ്. അപ്പൊ ഹോളോ സ്ഫിയർ നമുക്കറിയാം, ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് എവിടെ വന്ന് റിസൈഡ് ചെയ്യും? ഓൺ ദ സർഫസ് അല്ലെ? ഒരു മെറ്റൽ സ്ഫിയറിന്റെ കേസിലോ, ചാർജ് ഇൻസൈഡ് എ മെറ്റൽ സ്ഫിയർ എന്താണ്? ചാർജ് ഇൻസൈഡ് എ മെറ്റൽ സ്ഫിയർ എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ മെറ്റൽ സ്ഫിയർ എന്ന് പറയുന്നത് 0 ആണ് അല്ലെ? ഗോസസ് ലോ വെച്ച് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാർജ് എവിടെയാ റിസൈഡ് ചെയ്യുന്നത്? ഓൺ ദ സർഫസ്. ചാർജ് വിൽ റിസൈഡ് ഓൺ ദ സർഫസ് ഓഫ് ദ സ്ഫിയർ. അപ്പോൾ ഒരേ ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് ആണ് രണ്ടിനും ചെയ്യുന്നത്. ഇവ രണ്ടും തുല്യമായി ചാർജ് ചെയ്യുന്നു. വ്യാസം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ട് എന്താണ് ഇതിന്റെ ആൻസർ വരിക? ഏതിലായിരിക്കും കൂടുതൽ ചാർജ് കാണപ്പെടുന്നത്? രണ്ടിലും ഒരേ ചാർജ് ആയിരിക്കും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതേപോലുള്ള കൺസെപ്റ്റുകൾക്കാണ് നമ്മൾ ഈ പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു അതിനാണ് അവർ നമുക്ക് മാർക്ക് തരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഉത്തേജിക്കപ്പെട്ട ഒരു വൈദ്യുത അയോണിനുണ്ടായിരിക്കുന്ന പരമാവധി ഗതികോർജം അല്ലെ? ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആക്സിലറേറ്റ് ചെയ്യപ്പെട്ട ഒരു അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലെ? അപ്പൊ ഇത് നമ്മൾ എവിടെയാണ് ഈ ഒരു കൺസെപ്റ്റ് കൂടുതലും കേൾക്കുന്നത്? എവിടെയാ കേൾക്കുന്നത്? സൈക്ലോട്രോണിന്റെ കേസിലാണ് അല്ലെ? അല്ലെ? അപ്പൊ സൈക്ലോട്രോണുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷനിലേക്ക് വേണം നമ്മുടെ ചിന്ത പോവാൻ. ഏതിന്റെ ഇക്വേഷനാ ചോദിച്ചിരിക്കുന്നത്? ഗതികോർജം അല്ലെ? ഗതികോർജത്തിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സൈക്ലോട്രോൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്. എന്താണ്? ചാർജ് പാർട്ടിക്കിളിനെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ആക്സിലറേറ്റ് ചെയ്യിക്കുന്നു അല്ലെ? അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വരുന്ന വഴിക്ക് പഠിക്കാം. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഉത്തേജിക്കപ്പെട്ട ഒരു വൈദ്യുത അയോണുകൾ. ഈ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ? സൈക്ലോട്രോണില് നമുക്ക് ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? എന്താണ്? ഇലക്ട്രോണിന് വളരെ ചെറിയ മാസാണ്. അതുകൊണ്ട് തന്നെ സൈക്ലോട്രോൺസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റേതെങ്കിലും ഒക്കെ അയോൺസിനെ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാം അല്ലെ? അപ്പോൾ ഇവിടെ ഇതിന്റെ ഗതികോർജം, ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്, എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. കൈനറ്റിക് എനർജി അല്ലെ? EK അല്ലെ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? B² Q² R²/2m. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ആണ്. Q എന്താണ്? ചാർജ് ആണ്. B എന്താണ്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. R എന്താണ്? റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്. M എന്ന് പറയുന്ന മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. സൈക്ലോട്രോണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഇതിൽ മറ്റ് ഇക്വേഷൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സൈക്ലോട്രോൺ എന്ന് പറയുന്നത് ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ കൺസെപ്റ്റുകളും അതേപോലെ തന്നെ റിലേറ്റഡ് ഇക്വേഷനുകളും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അടുത്തത് പ്രീവിയസ് HSAക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു സൈക്ലോട്രോണിന്റെ പീരീഡിന്റെ സമവാക്യം. അപ്പൊ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. എന്താണ്? അപ്പൊ സൈക്ലോട്രോൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഒരു ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, അൺചാർജ് പാർട്ടിക്കിളിനെ പറ്റുമോ? ഇല്ല അല്ലെ? ഇലക്ട്രോണിനെ പറ്റുമോ? ഇല്ല. ഇലക്ട്രോൺ വളരെ ലൈറ്റ് ആയതുകൊണ്ട് പറ്റില്ല. അപ്പൊ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷനുകൾ ഓർത്തിരിക്കണം. റേഡിയസിന്റെ ഇക്വേഷൻ എന്താണ്? mv/qb ആണ് റേഡിയസ് ഓഫ് എ സൈക്ലോട്രോണിന്റെ ഇക്വേഷൻ. ടൈം പീരീഡ് ഒരു സെമി സൈക്കിളിനാണെങ്കിൽ πm/qb ആണ് വരിക അല്ലെ? പക്ഷെ നമ്മളോട് ഇവിടെ ഒരു പീരീഡിന്റെ സമവാക്യം ചോദിക്കുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് സൈക്കിളിന് വരും. t = 2πm/qb ആണ് ആൻസർ വരിക. അപ്പൊ ഇവിടെ ഏതാ ആൻസർ വരിക? 2πm/qb അല്ലെ? അതേപോലെ തന്നെ എന്താണ്? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. Q² B² R². റേഡിയസ് ക്യാപിറ്റൽ R ആണെങ്കിൽ R²/2m. ഓക്കെ, ഈ 3 ഇക്വേഷനും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കിയത്. അതെല്ലാം NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ SCERT കഴിഞ്ഞ ദിവസം നോക്കി, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു അല്ലെ? ഇന്നിപ്പോ നമ്മൾ NCERTയുടെ കാര്യങ്ങളാണ് കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്ത്, ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തു, കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക.
NCERT എന്ന് പറയുമ്പോഴും കൺസെപ്ച്വൽ ഓറിയന്റഡ്, അതിനും കൂടെ കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് അങ്ങനെ പോവാതെ, ഇപ്പം ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെ, അതിൽ നിന്നൊക്കെ നമുക്ക് പ്രോബ്ലംസ് വരും. അപ്പൊ ഏരിയാസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയാസ് മനസ്സിലാവണം. അപ്പൊ ഈ ഏരിയാസിൽ നിന്ന് കൂടുതൽ ഇങ്ങനത്തെ മാത്തമാറ്റിക്കൽ ആണ്, ഈ ഏരിയയിൽ നിന്ന് കൺസെപ്ച്വൽ ഓറിയന്റഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സെൻസ് ഡെവലപ്പ് ചെയ്താൽ നമുക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. ക്ലിയർ ആണല്ലോ? ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ധാരാളം ക്വസ്റ്റ്യൻസ് പല രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. മാക്സിമം ടൈം എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം all the very best. Thank you. ഡൗട്ടുകളൊക്കെ ഉണ്ട് ചോദിക്കാം കേട്ടോ.